ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ് ഇപ്പൊ ലോകത്തിന്റെ പ്രധാന ആകർഷണ കേന്ദ്രം, ശ്രദ്ധാകേന്ദ്രം. എല്ലാ മേഖലയിലും ഇന്ത്യയുടെ വളർച്ച ക്രമാനുഗതമായി രേഖപ്പെടുത്തുന്നത്, സാമ്പത്തിക മേഖലയിലും സൈനിക മേഖലയിൽ, ഇനി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ. അപ്പോൾ ഇന്ത്യയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇനിയൊരു പോക്ക് മറ്റു രാജ്യങ്ങൾക്ക് സാധ്യമല്ല. ശരിയാണോ? തീർച്ചയായിട്ടും സാധ്യമല്ല. നമ്മൾ ഈ സിനിജിത്ത് പറഞ്ഞതുപോലെ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ലോകത്തിന് ചിന്തിക്കാൻ പറ്റില്ല എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് നമ്മുടെ മുന്നിലുള്ള വാർത്താക്കുറിപ്പ് ഞാൻ അതിലൂടെ പരിശോധിക്കുമ്പോൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനും മാർക്സിയൻ ചിന്താഗതിക്കാരനുമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് ഡി വോൾഫ് എന്നാണ്. റിച്ചാർഡ് ഡി വോൾഫിന്റെ വളരെ പ്രശസ്തമായിട്ട് ടുഡേസ് വോൾഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ഈ പോഡ്കാസ്റ്റിലൂടെ അദ്ദേഹം ലോകത്തിനെ അറിയിക്കുന്നത് ഈ ലോകത്ത് ഇത്തരത്തിൽ നടക്കുന്ന മാറ്റങ്ങളും മുന്നറിയിപ്പുകളാണ്. ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് അറിയോ? ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു തിടുക്കം ആരംഭിച്ചിട്ടുണ്ടെന്നാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി തിടുക്കം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരെ കിട്ടാനാണല്ലോ തിടുക്കം എന്ന് പറയുന്നത്. അപ്പൊ ആ തിടുക്കത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അദ്ദേഹം നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കുടിയേറ്റ നയം സംബന്ധിച്ച US-ന്റെ ഒറ്റപ്പെട്ട ഒരു നയം മാറ്റമാണ്. മറ്റാരും അങ്ങനെ ഒരു നയമാറ്റം നടത്താത്തപ്പോൾ US നടത്തിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ ഭാവിയെ നിർണയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് വോൾഫ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യക്കായുള്ള ആഗോള തിടുക്കം ആരംഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? യുവ വിദ്യാസമ്പന്നരായ മാനവ മൂലധനത്തിനായി ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഭ്രാന്തമായ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ മാനവ വിഭവശേഷിക്ക് വേണ്ടി ഒരു ലോകത്ത് ഭ്രാന്തമായിട്ടുള്ള, ഈ രാജ്യം മാത്രമല്ല മറ്റു രാജ്യങ്ങളിലൊക്കെ ഭ്രാന്തമായ ഒരു അന്വേഷണം ആരംഭിച്ചതായി പറയുന്നു. അത് ട്രംപ് ഭരണകൂടം സ്വീകരിച്ച കുടിയേറ്റ നയം ആ മാറ്റമാണ് ഈ ആഗോള മത്സരത്തിന് തിരികൊളുത്തിയത്. ഇതൊരു പടക്കം പോലെയാ, അല്ലെങ്കിൽ ഒരു അമിട്ട് പോലെ ഇത് തിരികൊളുത്തിയിട്ട് അങ്ങ് പടർന്ന് പിടിക്കുകയാണെന്ന് വോൾഫ് പറയുന്നു. അപ്പൊ US നയമാറ്റം എന്തൊക്കെയാണ്? ഒരു ഉത്തേജകമായെന്നാണ് പറയുന്നത്. അത് ഈ ട്രംപ് ഭരണകൂടം സ്വീകരിച്ച ഈ കുടിയേറ്റ നയത്തില് H-1B വിസയുടെ വില വർധനവ്. അപ്പൊ ആളുകൾക്ക് ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് $5,000-6,000 നിന്നും $1,00,000 അത് ഉയർത്തിയല്ലോ, ഈ പണം ഉയർത്തിയല്ലോ. ആ ഉയർത്തിയത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. ഈ തിരിച്ചടി വിസ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് പോയൊരു 75% ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. ചെലവില് 20% വർദ്ധിച്ചപ്പോൾ ഇവിടെ മാറ്റം സംഭവിച്ചത് കഴിവുള്ള തൊഴിലാളികളെ ആകർഷിക്കാൻ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് അവസരമായത്. അവർക്ക് അവിടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക്, കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു രാജ്യത്തേക്ക്, വികസിത രാജ്യത്തിലേക്ക് ആളുകൾ കുടിയേറ്റം കൂടുതലായി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ആവശ്യങ്ങൾ അവർക്ക് നികത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അവർ ആ വാതിലടച്ചപ്പോൾ, H-1B വിസ പോലുള്ള ഇത്തരത്തിലുള്ള നിഷേധങ്ങൾ വന്നപ്പോൾ, അതിന് ചെലവേറിയപ്പോൾ അവസരം ശരിക്കും ഇവിടെ ഉണ്ടായി എന്നാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാതിൽ അടച്ചപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാതിൽ, ഒരുപാട് വാതിലുകൾ തുറന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് വാതിലുകൾ തുറന്നിട്ടുണ്ട്. അപ്പൊ കഴിവുള്ള തൊഴിലാളികളെ ആകർഷിക്കാൻ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് ഈ അവസരം ലഭിച്ചപ്പോൾ ആഗോള ജനസംഖ്യ പ്രതിസന്ധി ഉണ്ട് കേട്ടോ. ആ ഒരു പ്രതിസന്ധി വലുതാണ്. പല രാജ്യങ്ങളിലും ഈ ജനസംഖ്യാ നിരക്ക് അപകടകരമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യുവജനങ്ങളുടെ കുറവ് ഏതൊക്കെ രാജ്യങ്ങളിലാണ്? ജർമ്മനി, ജപ്പാൻ, റഷ്യ, ചൈന, ദക്ഷിണ കൊറിയ, കാനഡയും യുണൈറ്റഡ് കിങ്ഡവും ഓസ്ട്രേലിയയും ഇറ്റലി തുടങ്ങിയ എല്ലാ വികസിത രാജ്യങ്ങളിലും ഈ സമ്പദ് വ്യവസ്ഥകളിലും ഈ ജനന നിരക്ക് കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയിലും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളെ ഇവിടെയെല്ലാം ആവശ്യമുണ്ട്. ദശലക്ഷക്കണക്കിനാണ്. എവിടേക്കാണ് ആവശ്യം നോക്കൂ. ഈ മത്സരം കടുക്കുമ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യൻ പ്രതിഭകളെ ആകർഷിക്കാനുള്ള തിരക്കിട്ട റിക്രൂട്ട്മെന്റുകൾ ആരംഭിക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആരംഭിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്തൊക്കെ റിക്രൂട്ട്മെന്റാ? റഷ്യ 10,00,000 ഇന്ത്യൻ തൊഴിലാളികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. 10,00,000 ഇന്ത്യൻ തൊഴിലാളികളെ. ജപ്പാൻ ആണെങ്കിലോ 5,00,000 ഇന്ത്യക്കാരെ ലക്ഷ്യമിടുകയാണ്. ചെറിയ നമ്പറല്ല അത്. അതിന് നേരെ പകുതിയാണെങ്കിലും അത് വലിയ നമ്പറാണ്. ജർമ്മനി അവരുടെ ഈ കുടിയേറ്റ നിയമങ്ങൾ, വിസ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, പ്രൊഫഷണലുകൾക്ക് വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. UK-യും കാനഡയും ഒക്കെ കുടിയേറ്റ നടപടിക്രമങ്ങൾ ലളിതമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത് ചിലത് ഇരട്ടിയാക്കി കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ, ഇതൊക്കെ അതിശക്തമായിട്ട് വളരാനുള്ള സാഹചര്യം ഇത് ഒരുക്കി തരുന്നുണ്ട്. ഒരു ഇന്ത്യൻ എഞ്ചിനീയറെ വിദേശത്തേക്ക് ആകർഷിക്കാനുള്ള വില അങ്ങനെ
കുതിച്ചുയരുകയാണ്. നമുക്ക് വിലയുണ്ടായി. നമ്മളിപ്പോൾ നാട്ടിൻപുറത്ത് പറയുന്ന പോലെ ആള് വില, കല്ല് വില എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു എഞ്ചിനീയർ ആവട്ടെ, നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന, സർവീസ് ഇൻഡസ്ട്രിയിലാവട്ടെ, ഏത് രംഗത്തുള്ള ആളുകളാണെങ്കിലും അതിൻ്റെ വില ഇനി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വോൾഫ് പറയുമ്പോൾ 2000-ൽ 3-ലധികമായിരുന്ന പ്രത്യുൽപാദന നിരക്ക് 25 വർഷത്തിനുള്ളിൽ 2-ൽ താഴെയായി ലോകത്ത് കുറയുകയാണ്. വിതരണം വർഷം തോറും അത് കുറയ്ക്കുകയും ചെയ്യും. അവരുടെ ആഭ്യന്തര വിതരണങ്ങളും ഉൽപാദനങ്ങളെല്ലാം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ വലിയ തോതിലുള്ള പ്രതിഭകളെ നൽകാൻ കഴിയുന്ന ലോകത്തിലെ അവസാനത്തെ രാജ്യമാണ് എന്തെന്ന് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഭകളെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ അവസാനത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പറയുന്നു. 15 മുതൽ 20 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ യുവജനങ്ങളുടെ ഈ മിച്ചം ലോക വിപണിയിലോ സ്വന്തം രാജ്യത്തോ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടും. ഇത് അവിടെയും ഇവിടെയും ലോകത്തെല്ലായിടത്തും 15 വർഷത്തിനുള്ളിലും 20 വർഷത്തിനുള്ളിലും ഇത് ഉപയോഗിക്കപ്പെടും എന്നത് നിസ്തർക്കമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ അതിനുശേഷം അതിരൂക്ഷമായ ഒരു പ്രതിഭാ ദൗർലഭ്യം ലോകത്ത് ആരംഭിക്കും. അതൊരു യുഗമായിരിക്കുന്ന. ഇങ്ങനെ വരുമ്പോൾ പ്രതിഭകളുടെ ദൗർലഭ്യത്തിന്റെ ഒരു യുഗം ഇത്രയും സമയത്തിന് ശേഷം 20 വർഷത്തിന് ശേഷം ലോകം അഭിമുഖീകരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ തരംഗത്തെ ഇങ്ങനെ ഒരു തരംഗമുണ്ട്. ഈ വിജയകരമായി ആകർഷിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ അടുത്ത തലമുറയ്ക്കുള്ള തങ്ങളുടെ നവീകരണ ശേഷി ഉറപ്പാക്കും. ഇത് അവസരം മനസ്സിലാക്കി അവസരത്തിനകത്ത് ഉയർന്ന് ഇത് മുതലാക്കുന്ന വിജയകരമായി ഈ രംഗത്തെ പ്രതിഭകളെ, ഇന്ത്യൻ പ്രതിഭകളെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റു രാജ്യങ്ങൾ, ഇന്ത്യൻ പ്രതിഭകളാണ് കൂടുതലുള്ളത്, ഈ ഇന്ത്യൻ പ്രതിഭകളെ ആകർഷിക്കുകയും അതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നവീകരണ ശേഷിയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ സമയപരിധി അദ്ദേഹം നൽകുന്നുണ്ട്. ഇതിന് അദ്ദേഹം മുന്നറിയിപ്പായിട്ട് സമയപരിധി ഉണ്ട്. ഇതിനൊക്കെ ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നൊന്നല്ല, അടുത്തെത്തിക്കഴിഞ്ഞു എന്നാ മുന്നറിയിപ്പോ. ഈ മത്സരത്തിന്റെ സമയപരിധി വളരെ കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിന് കാരണം വെച്ചാൽ എപ്പോഴാണിത്? അടുത്ത 5 വർഷം എന്ന് അദ്ദേഹം പറയുന്നത്. ഈ ഭ്രാന്തമായ മത്സരത്തിന്റെ ഉച്ചസ്ഥായി ആയിരിക്കും ഈ 5 വർഷം. ഈ പരക്കം പാച്ചിൽ, ഈ എക്സ്പേർട്ടിനുകളെ, നമ്മളെ യുവ എഞ്ചിനീയർമാരെ, നമ്മളെ യുവ ഡോക്ടർമാരെ, നമ്മളെ യുവ മറ്റ് എക്സ്പേർട്ടുകളെ എല്ലാം, പ്രൊഫഷണൽസിനെയൊക്കെ തേടിയുള്ള ഇവരുടെ ഈ പരക്കം പാച്ചിൽ 5 വർഷത്തിനുള്ളിൽ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമെന്ന് അദ്ദേഹം വോൾഫ് സൂചന നൽകുമ്പോൾ പ്രതിഭകളെ ആകർഷിക്കാനുള്ള വില കുതിച്ചുയരും. ഡിമാൻഡ് ഉണ്ടാവും. അപ്പോ മന്ദഗതിയിലായ രാജ്യങ്ങൾ വിപണിയിൽ നിന്ന് പുറത്താക്കപ്പെടും. പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ആരായിരിക്കും സുനിജിയുടെ അഭിപ്രായത്തിൽ പുറത്തു ആകാൻ പോകുന്ന ആദ്യത്തെ രാജ്യം? അമേരിക്കനല്ലേ? ഉറപ്പല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ വരുമ്പോൾ ഈ പുറത്താക്കപ്പെടുമ്പോൾ 15-20 വർഷത്തിനുള്ളിൽ മിച്ചമുള്ള പ്രതിഭകളുടെ ശേഖരം ഇല്ലാതാകുന്നതോടെ ഈ വിപണിയും ഇല്ലാതാകും, മത്സരവും ഇല്ലാതാകും. കാര്യം മത്സരവും ഇല്ല, വിപണിയില്ല, ഒന്നുമില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് കിട്ടുക ആളുകളെ? അപകടകരമാം വിധം ഈ മനുഷ്യ വിഭവശേഷിക്ക് വേണ്ടി മറ്റു ലോകരാജ്യങ്ങൾ കേഴുമ്പോൾ നമുക്കും ഇത് സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കും പിന്നെ കൊടുക്കാനില്ല. പക്ഷെ ആ 20 വർഷം കൊണ്ട് നമ്മൾ എത്തിപ്പെടുന്നത് ഇതിൽ നിന്നുള്ള സന്ദേശം വളരെ വ്യക്തമാണ്. ഇപ്പോൾ തന്നെ മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന വോൾഫ് പറയുന്നത്, നമ്മൾ ഇപ്പോൾ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും അവർ മത്സരിച്ച് ഈ അവസാനത്തെ വിലയേറിയ മാനവ വിഭവശേഷിയുടെ പങ്ക് നേടണം നമ്മൾ. അങ്ങനെ എന്താ പറയുന്നത്? ഇതൊരു അവസരമാണ്, ഇതൊരു മികച്ച അവസരമാണ്. സിനിജിക്ക് തോന്നുന്നില്ല ഇതൊരു മികച്ച അവസരം? തീർച്ചയായിട്ടും കിട്ടുന്ന അവസരത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. എപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമായി വളരുന്നുവെന്ന് ലോക രാജ്യങ്ങൾ സമ്മതിക്കുക. ഇപ്പൊ റഷ്യ പറയുന്നു, അമേരിക്ക പറയുന്നു, ചൈന പറയുന്നു, ഫ്രാൻസ് പറയുന്നു. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ അംഗീകരിക്കേണ്ടി വരുന്നു. ഇതാണ് ട്രംപിനെയും കൂട്ടരെയും അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യം. ഇത്രയും കാലം ഞങ്ങൾ പറയുന്ന പോലെ എല്ലാ രാജ്യങ്ങളും കേട്ടിരുന്നു. ഇപ്പൊ ഡോളറിന്റെ ഉള്ള ഒരു വിനിമയ നിരക്കിനെ പോലും മാറ്റിമറിക്കാൻ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തിലൂടെ സാധിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും മാറ്റിമറിക്കാൻ പറ്റുന്നുണ്ട്. മോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി വന്നതിന് ശേഷം നയതന്ത്ര തലത്തിൽ വ്യത്യസ്തമായ ഇടപെടൽ നടത്തുന്നു. ശരിക്കും രാജ്യത്തെ മാറ്റിമറിക്കുന്നു. ആരൊക്കെ എന്ത് വിരുദ്ധാഭിപ്രായങ്ങൾ പറഞ്ഞാലും, എന്ത് ജിയോ പൊളിറ്റിക്സോ, എന്ത് തരത്തിലുള്ള പൊളിറ്റിക്സ് പറഞ്ഞാലും, ഏത് അവസരത്തിൽ നിന്ന് ഏത് സ്ഥലത്ത് നിന്ന് സംസാരിച്ചാലും ഒക്കെ അതിദ്രുതം വളരുകയാണെന്നുള്ള സത്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ത്യ എത്ര പുടുങ്ങനെയാണ് ഇത് സാധിക്കുന്നുള്ളതാണല്ലേ. ഇന്ത്യ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.